ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കെ പി ടേസ്റ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓണക്കാലമായതുകൊണ്ട് ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയിരുന്നത് സദ്യ റെസിപ്പികളാണ്. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കോഴിമുട്ടയും ഗ്രീൻ പീസുമാണ്. നമ്മളിവിടെ ഒരു കപ്പ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഉള്ളിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിലേക്ക് നമ്മൾ ബ്രെഡ് കഷ്ണങ്ങളും ക്യാരറ്റ് പീസുകളും ചേർക്കുന്നുണ്ട്. രാവിലെ നാം ഉണ്ടാക്കുന്ന ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പകരമായി ഇത് ഉപയോഗിച്ച് നോക്കൂ. രാത്രിയിലെ ഭക്ഷണത്തിന് പകരമായി നമുക്ക് ഇത് ഉപയോഗിക്കാം. നമ്മൾ അരിഞ്ഞു കഴിഞ്ഞ ഉള്ളി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്ക് 4 കഷ്ണം ബ്രെഡ് എടുക്കേണ്ടതുണ്ട്. അതെടുത്തിട്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് കത്തിക്കൊണ്ട് മുറിച്ചെടുക്കാം. ചതുരത്തിലുള്ള കഷ്ണങ്ങളായാണ് ഇവിടെ മുറിച്ചെടുക്കുന്നത്. മുറിച്ചെടുത്ത ഈ ബ്രെഡ് കഷ്ണങ്ങൾ നമുക്കൊന്ന് വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൊരിയിച്ചെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ കാഞ്ഞതിന് ശേഷം അതിലിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. തീ ഒരു മീഡിയം സൈസിലേ ആക്കാവൂ, അല്ലെങ്കിൽ ഈ നമ്മുടെ ബ്രെഡ് കഷ്ണങ്ങൾ കരിഞ്ഞു പോകും. ഇങ്ങനെ സാവധാനം തീയിൽ നമുക്ക് വറുത്തെടുക്കാം. എൻ്റെ ബ്രെഡ് കഷ്ണങ്ങൾ കുറച്ച് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇത്രയ്ക്കും ആവേണ്ടതില്ല. കുറച്ചുകൂടെ മുന്നേ ഇറക്കി വെക്കാം. അതേ ചട്ടി തന്നെ നമുക്ക് അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയില്ലേ അതെടുത്ത് അതിലേക്കിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. വളരെ സ്വാദിഷ്ടമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. പത്തിരിക്കൊക്കെ പകരമായി നമ്മളിത് ഉണ്ടാക്കിയാൽ പിന്നെ നമ്മളിങ്ങനെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റാണിതിന്. വളരെ എളുപ്പമാണ്, ഹെൽത്തിയുമാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് എരിയുന്നുണ്ട്. അതും കൂടി ഇത് അരിഞ്ഞെടുക്കാം. കൂടാതെ കുറച്ച് കറിവേപ്പിലയും നമ്മളിതിലേക്ക് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കറിവേപ്പിലയും മല്ലിച്ചപ്പ് പോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. അടുത്തതായി നമ്മൾ ഇതിലേക്കൊരു തക്കാളി കൂടി ചേർക്കുന്നുണ്ട്. തക്കാളി ഇങ്ങനെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്താൽ മതി. ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി വെക്കാൻ വേണ്ടിയാണിത്. ഇതുവരെ ഉള്ളി ചെറിയ തീയിലായിട്ട് വേവുകയായിരുന്നു. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും ചേർക്കാം. കൂടാതെ നമ്മൾ വേവിച്ച് വെച്ച പട്ടാണിയും കൂടി അതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പട്ടാണിയിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതോടെ തന്നെ അതിലേക്ക് ചേർത്താൽ മതി. ഉപ്പും ഇതുവരെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. കുറച്ച് ഉപ്പും ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. 1 സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിക്കാം. ഉപ്പിൻ്റെ പുളി എല്ലായിടത്തും ഒന്ന് എത്തട്ടെ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ പകുതിയാണ് നമ്മളിവിടെ ചെറുതായി അരിഞ്ഞിട്ടുള്ളത്. അതും ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസിലൊന്നായ നമ്മുടെ കോഴിമുട്ട പുഴുങ്ങിയത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. 3 കോഴിമുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ പോക്കി നമുക്ക് നൈസായിട്ട് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇതിങ്ങനെ ശരിക്കും മുറിഞ്ഞ് കിട്ടുകയുള്ളൂ നൈസായിട്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ 3 കോഴിമുട്ടയും നമ്മൾ അരിഞ്ഞു കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ കഷ്ണങ്ങളാണ്. അത് അതിലേക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കോഴിമുട്ട ലാസ്റ്റ് ചേർത്താൽ മതി, അത് പൊടിഞ്ഞു പോകും. ബ്രെഡ് ചേർത്തതിന് ശേഷം ചേർത്താൽ മതിയാകും. കോഴിമുട്ടയും തക്കാളിയും ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. അത് ഇറക്കി വെച്ചതിന് ശേഷം ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ച കോഴിമുട്ടയാണ്. അതിങ്ങനെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുഴുങ്ങിയതല്ലേ, അത് ഇപ്പോൾ ചേർത്താലും മതിയാകും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയായ ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ഗ്രീൻ പീസ് മുട്ട ഉലർത്തിയത് ഇതവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇത്തരത്തിലുള്ള ഹെൽത്തിയും
നാടനുമായ റെസിപ്പികളാണ് നമ്മൾ ഇതിലധികവും അപ്ലോഡ് ചെയ്യാറുള്ളത്. ഇത്തരത്തിലുള്ള നാടൻ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.